ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം എന്ത് ചെയ്ത് ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോവും. അമ്മാതിരി രീതിയിൽ ഇവരെ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് കവളിലെയും കഴുത്തിലും അവിടെയൊക്കെ പാടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 1-2 മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഇങ്ങനെയാണ് പുകയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവള് പറഞ്ഞത് ഏതാണ്ട് 28 ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു. 28 ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും തിന്നാതെ 28 ദിവസം വരെ ഇവള് ഈ വീട്ടിൽ. ഉപ്പും മുളകും ഫാമിലി ലൈറ്റിൽ നടക്കുന്ന വിവാദങ്ങളെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും കാണില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ചൂട് പിടിച്ചിട്ടുള്ള ചർച്ചാ വിഷയമായിട്ട് തന്നെ ഇത് തുടരുകയാണ്. അപ്പോൾ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ചാനലിൽ മുൻപ് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് 2-3 അപ്ഡേറ്റ്സ് കാണാനിടയായി. അപ്പോൾ അത് അറിയാത്തവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. ഇനിയും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു എങ്കിലും ഈ ഒരു വിഷയം കൂടി കണ്ടപ്പോഴേക്കും ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു യൂട്യൂബറായിട്ടുള്ള മൂപ്പൻസ് വ്ലോഗർ എന്ന ചാനല് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ സാമാന്യം നല്ല റീച്ചുള്ളൊരു ചാനൽ തന്നെയാണ്. അപ്പോൾ അതിൽ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിച്ച കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കണ്ടിട്ട് തിരിച്ചു വരാം. കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചു നിന്ന ഫാമിലിക്ക് പെട്ടെന്ന് പൊടുന്നതിനെ മകൾ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയുന്നത് ശരിയുമല്ല, അത് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ജോർജ് കുട്ടി പറഞ്ഞ പോലെ അത് ഞങ്ങളോടൊപ്പം തീരട്ടെ എന്ന് ആ കുടുംബക്കാർ വിചാരിച്ചോട്ടെ എന്നുള്ളത് മാത്രമാണ്. ഈ മൂപ്പൻ വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഉപ്പും മുളകും ലൈറ്റിലെ അമ്മയുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥയെല്ലാം മനസ്സിലായെന്നും ആ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അമ്മയെ ഒരു തരത്തിലും കുറ്റം പറയുവാനും സാധിക്കുകയില്ല എന്ന് തോന്നുകയാണെന്നും പുള്ളിക്കാരൻ ഷെയർ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. സാമാന്യം നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിൽ ആ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കുറച്ച് ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത ഒരു മാതാപിതാക്കളെ അത്രയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അരങ്ങേറിയതിൻ്റെ ഭാഗമായി അവിടെ ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നു. മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെയും സംഭവിക്കുന്നു പലതും. അപ്പം ആ കുട്ടി ഇന്നലത്തെ ആ കുട്ടിയുടെ വീഡിയോയിലും പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിലത് പറയേണ്ടി വരും. അതെന്താണെന്നുള്ളതൊക്കെ എനിക്ക് ഇന്നലെ മനസ്സിലായി. ആ കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അവിടെ നടന്നത് എന്താണെന്നും ഒക്കെയുള്ള കാര്യം. വീഡിയോയ്ക്ക് ശേഷം മൂപ്പൻ വ്ലോഗ് ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഉപ്പും മുളകും ലൈറ്റിലെ അമ്മയ്ക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും നല്ല ഒരു സപ്പോർട്ടുമായിട്ട് കുറേ പേര് രംഗത്ത് വന്നിരുന്നു. വേറെ കുറച്ച് യൂട്യൂബേഴ്സ് കൂടി ആ അമ്മയെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ സത്യം ബോധ്യപ്പെട്ടു എന്നും അമ്മയുടെ ഭാഗത്തല്ല തെറ്റ്, മകളുടെ ഭാഗത്താണ് തെറ്റെന്നും ഒക്കെയായിരുന്നു അവരെല്ലാവരും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഈ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ അമ്മയോട് സംസാരിച്ചു സത്യം ബോധ്യപ്പെട്ടു എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഈ അമ്മയുടെ രണ്ടാമത്തെ മോളായ കുഞ്ഞ് എന്ന് പറയുന്ന നന്ദന സ്വന്തം യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതെന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും അതിൻ്റെ ഒന്നും സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഈ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ കുറേ വ്ളോഗേഴ്സും ആളുകളുമൊക്കെ വരാൻ തുടങ്ങിയതോടെ എല്ലാവർക്കും തോന്നി തുടങ്ങി അമ്മ പറയുന്നതാണ് സത്യമെന്നും അമ്മയുടെ ഭാഗത്താണ് ന്യായം എന്നും എല്ലാവരും ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അമ്മയുടെ ഭാഗമായിരുന്നു എല്ലാവരും കേട്ടിരുന്നത്. മറുഭാഗത്ത് മകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഇതുവരെയും അറിയാനായിട്ട് സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളത്, അതിനെക്കുറിച്ചിട്ട് കുറേ അപ്ഡേറ്റ്സ് സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാജ് വ്ലോഗർ എന്ന ഒരു യൂട്യൂബർ രണ്ടാമത്തെ മകളായ നന്ദനയുടെ കൂടെ സംസാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി കണ്ടിട്ട് തിരിച്ചു വരാം. ചാറ്റ് എന്ത് ചെയ്തു? ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്, അതായത് അശ്ലീല ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവർക്ക് എത്തുകയും അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ഈ പെൺകുട്ടിയെ ഇതിൽ നിന്ന് കല്യാണത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നന്ദന പിടിച്ച പിടിയാലെ എന്താണ് ആ പയ്യനെ തന്നെ മതി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. ഒരു അമ്മയും അച്ഛനും അല്ലേ, അവർക്ക് എന്തായാലും സ്വന്തം മക്കള് അല്ലെങ്കിൽ സ്വന്തം മകള് മറ്റൊരു തന്നെ ഇതുപോലെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു പയ്യനുമായിട്ട് കെട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ മുന്നേ കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു? എതിർത്തു. പക്ഷെ അവളതിന് ഈ നന്ദന അതിന് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ നന്ദന എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. അല്ലാതെ നമ്മൾ കല്യാണം നടത്താത്തതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അമ്മയുടെ വെർഷൻ അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ്
വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത്. പക്ഷെ ഇപ്പൊ നന്ദന പറയുന്നത് മറ്റൊരു വെർഷനാണ്. അപ്പൊ നന്ദനയുടെ ഭാഗം കേൾക്കുമ്പോൾ നന്ദനയുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നില്ല, ശരിയുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു കാര്യം ആദ്യം പറയും, രണ്ടോ ഭാഗത്തും തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടോരോ ഭാഗവും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നന്ദന പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, അമ്മ പറഞ്ഞ സംഭവം എന്താണ്, ഈ പയ്യന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, പരസ്യ ബന്ധത്തിനേക്കാൾ ഉപരി മറ്റ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പിന്നെ ഇതിൽ നിന്ന് കല്യാണം വേണ്ട, കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നന്ദന പറയുന്ന വർഷം മറ്റൊന്നാണ്. അതായത് ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇവരുടെ പെണ്ണ് കാണൽ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം, അതായത് 18-ാം തീയതിയാണ് ഇവരുടെ എൻഗേജ്മെന്റ് കഴിയുന്നത്. തൊട്ട് 19-ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഈ പറയുന്ന ഈ നന്ദനയുടെ ചേച്ചി പൊന്നൂസിന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്കാണ് വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായി, ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നിരുന്നു. അതിനുശേഷം നന്ദന തന്നെ ഇടപെട്ട് എന്ത് ചെയ്തു, ഈ പയ്യന്റെ അടുത്ത് തിരക്കി, ഇതിൽ വല്ല സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. അതിനുശേഷം ഈ പറയുന്ന മെസ്സേജ് അയച്ച പെൺകുട്ടിയില് അവരെയും വെച്ച് ക്ലാരിഫിക്കേഷൻ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇത് കാണുമ്പോഴേക്കും അറിയാനായിട്ട് സാധിച്ചത്. നന്ദനയെ കെട്ടാൻ പോകുന്ന പയ്യൻ വേറെ ഒരു പെണ്ണുമായിട്ട് ഫോണിൽ അശ്ലീല ചാറ്റൊക്കെ നടത്തിയ ഒരു ക്ലിപ്പിംഗ് വന്നിട്ട് ആ പെണ്ണ് നന്ദനയുടെ സഹോദരിയുടെ ഭർത്താവിന് അയച്ചു കൊടുക്കുകയും അതിനുശേഷം അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഈ വാർത്തയെക്കുറിച്ചിട്ട് അറിഞ്ഞ നന്ദനയുടെ മാതാപിതാക്കൾ ഈ ബന്ധത്തിൽ അവർക്ക് താല്പര്യം കുറഞ്ഞുവെന്നും നന്ദനയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് അവർ വളരെയധികം ശ്രമിച്ചു എന്നുമാണ് പറയുന്നത്. പക്ഷേ നന്ദനയ്ക്കാകട്ടെ ഈ പയ്യനെ ഇഷ്ടപ്പെട്ടു പോയി, ബന്ധത്തിൽ നിന്നും പിന്മാറാനായിട്ട് ഒരുക്കമല്ലായിരുന്നു. പക്ഷേ അച്ഛനമ്മമാരാണെങ്കിലോ അവർക്ക് ഇതിൽ തുടർന്ന് പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു സംഭവം നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നന്ദനയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് നന്ദന കെട്ടാൻ പോകുന്ന ഈ പയ്യനുമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. അത് ആ പുള്ളിക്കാരന് ഇഷ്ടപ്പെടാതെ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് നന്ദനയാണെങ്കിൽ കെട്ടാൻ പോകുന്ന ആ പയ്യൻ്റെ കൂടെ ആയിരുന്നു സപ്പോർട്ട്. ഇതിനെ തുടർന്ന് നന്ദനയുടെ സഹോദരി വന്നിട്ട് ഈ കാര്യത്തിൽ പുള്ളിക്കാരിക്ക് പ്രശ്നമുണ്ടാകുകയും, കാരണം സ്വന്തം ഭർത്താവിനിങ്ങനെ സംഭവിച്ചത് അറിഞ്ഞതോടെ പൊന്നു വിഷയം അമ്മയോട് അറിയിക്കുകയും, അപ്പോൾ അങ്ങനെ അമ്മയാകട്ടെ നന്ദനയെ വിളിപ്പിച്ചിട്ട് മാപ്പ് പറയാനായിട്ട് നന്ദനയുടെ സഹോദരിയുടെ ഭർത്താവിനോട് മാപ്പ് പറയാനായിട്ട് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഇത് നന്ദന ചെവിക്കൊള്ളുവാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ഈ പ്രശ്നം നടന്നപ്പോഴേക്കും നന്ദനയുടെ മാതാപിതാക്കളാകട്ടെ പൊന്നുവിനെയായിരുന്നു ഇവിടെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നന്ദന മാപ്പ് പറയാൻ തയ്യാറാകാത്തതോടെ ഈ പ്രശ്നം രൂക്ഷമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ പുള്ളി പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? എന്നിട്ട് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഈ അടിയും കൊണ്ടുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസുകാർ കേസ് എടുക്കണമോ എന്ന് നന്ദനെ എടുത്ത് ചോദിച്ചു. അമ്മയുടെയും അച്ഛന്റെയും പേരിൽ കേസ് എടുക്കണമോ എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദന പറഞ്ഞു വേണ്ട, അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നീട് വേണ്ടാന്ന് കരുതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം ഏതാണ്ട് 1-2 മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഇങ്ങനെയാണ് പുകയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവള് പറഞ്ഞ ഏതാണ്ട് 28 ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു. 28 ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും തിന്നാതെ 28 ദിവസം വരെ ഇവൾ ഈ വീട്ടിനകത്ത് പട്ടിണി കിടന്നു. അതുപോലെ ഇവൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിച്ച എടുത്ത് കഴിക്കടി എന്ന് അമ്മ പറയും. അമ്മയ്ക്ക് ഒരാളത്ത് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ വായി തോന്നണ എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണ് അമ്മയ്ക്കുള്ളത്. അത് മോളാണോ മക്കളാണോ എന്ന് ചോദിക്കില്ല. അപ്പൊ ഇങ്ങനെ ഇവളെ 28 ദിവസം വരെ ഇവളിങ്ങനെ പട്ടിണി കിടന്നിട്ടും അവളെ ചോറ് വല്ലതും കഴിക്കുകയാണെങ്കിൽ, നേരത്തെ ആഹാരം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതിനെക്കാട്ടി പോയി തിന്നടി എന്നുള്ള രീതിയിൽ അമ്മയും അച്ഛനും പറയുമായിരുന്നു. അച്ഛൻ നിരന്തരം ഈ പറയുന്ന നന്ദനെ ഉപദ്രവിക്കുമായിരുന്നു. അതുമല്ല ഇവരെന്തെങ്കിലും ടൂറിനോ ഗുരുവായൂരോ അങ്ങനെ എന്തോ പോയി ഇവളെ കൊണ്ടുപോകാതെ ഇവളെ അവിടെ ആക്കിയിട്ട് പോയി ഏറെ ഏതോ ഒരു പോകുന്നത് ഈ പൊന്നു എന്തിരി ഇവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടുവന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫോൺ പിടിച്ചു വാക്കുകയും അവന്റെ ഫോൺ കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന നന്ദന പറയുന്നത്. അതുമല്ല ഇത്രയും അടി കിട്ടിയവൾക്ക് ഒരു രക്ഷയുമില്ല. അവിടെ ഇരുന്ന ചിലപ്പോൾ അവിടെ ജീവൻ തന്നെ പോകും എന്നൊരു സിറ്റുവേഷൻ വന്നു. കാരണം എന്തായാലും ഇതെല്ലാം അറിഞ്ഞ് അവന് വേറെ ഒരു പ്രശ്നം വന്നായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല ഒക്കെ സോൾവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എൻഗേജ്മെന്റിനെ ഉറപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഈ ചേച്ചിയുമായിട്ട്, അപ്പൊ എനിക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചേച്ചിക്ക് ഇതിന് നല്ലൊരു റോളുണ്ട്. അതായത് പൊന്നുവിന്റെ ഫാമിലിക്ക് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. അവർ ഈ ഇവരുടെ ഇതിലേറി കളിക്കും. അവരും ഈ പറഞ്ഞ നന്ദനയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡുമായി തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം അവർക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിവരങ്ങളൊക്കെ
നേരിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നല്ല അറിയാനായിട്ട് സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെയുള്ള യൂട്യൂബേഴ്സ് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തതിൽ നിന്നാണ് ഈ അപ്ഡേറ്റ്സ് ഒക്കെ പുറത്ത് വരുന്നത്. കേട്ടിടത്തോളം എന്നിട്ട് ന്യായം തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഭാഗത്ത് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഈ നന്ദന എന്ന പെൺകുട്ടിക്ക് കുറച്ച് ഒരു നെഗളിപ്പിൻ്റെ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. കാരണം എടുത്തു ചാടി പുള്ളിക്കാരി വീട്ടുകാരോട് പോലും പറയാതെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചതിൻ്റെ വിഷമം തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. ഒരിക്കലും ഒരു മാതാപിതാക്കളും സ്വന്തം മക്കൾ നശിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. പിന്നെ ഇതൊക്കെ ഒരു രക്തത്തിളപ്പിൻ്റെ വയസ്സായതുകൊണ്ട് ഈ പ്രായത്തിലോ ഈ കുട്ടികളൊന്നും അച്ഛനമ്മമാർ പറയുന്നതൊന്നും ചെവിക്കൊള്ളാനായിട്ട് തയ്യാറാകുകയുമില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഈ ഇത്രയും വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. മാതാപിതാക്കളുടെ ഭാഗത്തും നമ്മൾക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അവർ ഒരു നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പറഞ്ഞ വീഡിയോയിലത്തെ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിലും മകളുടെ ഭാവിയുടെ നന്മയെ കരുതിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയപ്പോഴേക്കും നന്ദനയോട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാനായിട്ട് പറഞ്ഞത്. കാരണം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് വന്നിട്ടും അവരവരുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമായിട്ടിരിക്കണം, അവർക്ക് യാതൊരു വിഷമമോ ബുദ്ധിമുട്ടുകളോ ഭാവി ജീവിതത്തിലോ കല്യാണ ജീവിതത്തിലോ ഉണ്ടാകരുത് എന്നൊക്കെയുള്ള ആശങ്കകളും ഭയവും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അച്ഛനമ്മമാർ അവരുടെ പ്രായത്തിൻ്റെ അറിവും പക്വതയും വെച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ടും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നന്ദനയുടെ അമ്മ മകളെ പറ്റി ഇങ്ങനെ കുറേ കുറ്റാരോപണങ്ങളൊക്കെ നടത്തിയത് തീർച്ചയായിട്ടും ആ അമ്മയുടെ മനസ്സിന് ഒരുപാട് വേദന ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം മകളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന് അറിയുമ്പോൾ സഹിക്കാൻ പറ്റാതെയായിരിക്കും പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ ധാരാളം പേര് മകളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നവരും മറുഭാഗത്തും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഈ കേൾക്കുന്നവരായിട്ടുള്ള നിങ്ങളും തീർച്ചയായിട്ടും അറിഞ്ഞു കാണും. നിങ്ങൾക്ക് ഈ പ്രശ്നത്തിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? ഇതിൽ ശരി ആരുടെ ഭാഗത്താണ്, തെറ്റ് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെ ഓരോരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ റെയറായിട്ടുള്ളതും സാധാരണ കുടുംബത്തിൽ കാണാറുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല രീതിയിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയുള്ള തലമുറകൾക്ക് അത് കണ്ട് പഠിക്കുവാനൊരു പാഠമാകട്ടെ. അവരുടെ ജീവിതത്തിലെടുക്കുന്ന ഓരോരോ തീരുമാനവും മാതാപിതാക്കൾ പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും അത് അവരുടെ ഭാഗത്താണ് ശരി. അവർ മാതാപിതാക്കൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ് എന്ന് ഇവരിൽ പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു സംഭവം ഇങ്ങനെ തുടർന്ന് മുമ്പോട്ട് പോകുകയാണ്. ഇനി ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടോ ഇവരുടെ ഭാഗത്തു നിന്നും എന്ന് കാരണം അത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.